ഹിസ്റ്ററി ഓഫ് ടി ബി കൺട്രോൾ പ്രോഗ്രാം ആണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ കറന്റ് ഓടുന്ന പ്രോഗ്രാമിന്റെ പേര് NTEP എന്നാണ്, നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. അത് ഇപ്പോഴത്തെ പ്രോഗ്രാമാണ്, അതൊരിക്കലും തെറ്റരുത്. അപ്പൊ ഈ NTEP വരെ വരുന്ന ആ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് തീർക്കുന്നത്. അപ്പോൾ ഈ ഹിസ്റ്ററി ഓഫ് ടി ബി കൺട്രോൾ പ്രോഗ്രാം നമ്മൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ ആ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സാനറ്റോറിയം, ഓപ്പൺ എയർ സാനറ്റോറിയം രാജസ്ഥാനിലെ അജ്മീർ ജില്ലയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് സ്റ്റാർട്ട് ചെയ്തത് ഒരു ക്രിസ്ത്യൻ മിഷനറിയാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, എന്താണ് സാനറ്റോറിയം? സാനറ്റോറിയം എന്ന് പറഞ്ഞാൽ പണ്ട് TB വന്നു കഴിഞ്ഞാൽ വലിയ ചികിത്സയൊന്നുമില്ല. മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച് തുടങ്ങിയത്, ഫലപ്രദമായ മരുന്നുകൾ കണ്ടുപിടിച്ച് തുടങ്ങിയത് ഏതാണ്ട് 1940-കൾക്കൊക്കെ ശേഷമാണ്. അപ്പം ആ പണ്ട് കാലത്ത് TB വന്നവരെ നല്ല ഭക്ഷണങ്ങൾ, പോഷക സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ കൊടുത്ത് ക്രോസ് വെന്റിലേഷനുള്ള, അതായത് നല്ല കാറ്റ്, അതായത് എല്ലായിടത്തും ജനല്, എല്ലായിടത്തും വാതില്, തുറന്ന അന്തരീക്ഷം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ രോഗികളെല്ലാം കൂടെ ഒരുമിച്ച് പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഓപ്പൺ എയർ സാഹചര്യത്തിൽ കിടക്കുകയും സമയാസമയം നല്ല ക്വാളിറ്റി ഫുഡ് ലഭിക്കുകയൊക്കെ ചെയ്തിരുന്ന സമയത്ത് അവരിൽ കുറച്ച് ശതമാനം ആളുകൾ രക്ഷപ്പെട്ടു വന്നിരുന്നു. അത് ഒരു വളരെ ചെറിയ ശതമാനം ആളുകളിൽ ഇത് തനിയെ ക്യൂറാവും. TB വളരെ ചെറിയ ശതമാനം ആളുകളിലേ ഉള്ളൂ ക്യൂറാവുന്നത്, ബാക്കി എല്ലാവരും മരിക്കുമായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈ സാനറ്റോറിയം എന്ന് പറയുന്നത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സാനറ്റോറിയം ഉണ്ടായിരുന്നു. അത് പുലയനാർ കോട്ടയിലാണ്. നിങ്ങൾക്കിവിടെ ജോലി കിട്ടി വരുമ്പോൾ പുലയനാർ കോട്ടയിലെ പഴയ സാനറ്റോറിയം ഒക്കെ കാണാം. അവിടെ ട്രെയിനിങ് ഉണ്ട്, ഒരു 2 ദിവസം ട്രെയിനിങ് അവിടെ ഉണ്ടാവും. ഇപ്പോൾ പുലയനാർ കോട്ടയിലെ ആ സാനറ്റോറിയം ഇപ്പം നോഡൽ ഡ്രഗ് റെസിസ്റ്റന്റ് TBയുടെ സെന്റർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അവിടെ OP ഉണ്ട്, വാർഡുകളൊക്കെ ഉണ്ട്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ പൾമണറി വിഭാഗം, അതിന്റെ ഒരു ഹയർ വിഭാഗം അവിടെയാണ്, ഡിപ്പാർട്ട്മെന്റ് അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്, പുലയനാർ കോട്ടയിൽ. പിന്നെ നമ്മുടെ ഈ ഹിസ്റ്ററി ഓഫ് TB കൺട്രോൾ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പായിരുന്നു 1944 സ്ട്രെപ്റ്റോമൈസിൻ കണ്ടെത്തിയത്. ആ SM എന്ന് എഴുതിയേക്കുന്ന സ്ട്രെപ്റ്റോമൈസിൻ ആണ്. സ്ട്രെപ്റ്റോമൈസിൻ ഇഞ്ചക്ഷൻ ആണ്. ഇപ്പോൾ സ്ട്രെപ്റ്റോമൈസിൻ അധികം ഉപയോഗിക്കാറില്ല. ചില ഡ്രഗ് റെസിസ്റ്റന്റ് കേസുകളിൽ മാത്രമേ സ്ട്രെപ്റ്റോമൈസിൻ ഇഞ്ചക്ഷൻ ഉപയോഗിക്കാറുള്ളൂ. അതിന്റെ മെയിൻ കാരണങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഓട്ടോ ടോക്സിസിറ്റി ആണ്. അതായത് ചെവി സംബന്ധമായ കേൾവിക്കുറവുണ്ടാവും. ഈ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ADR, അതായത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ് കേൾവിക്കുറവ് ഉണ്ടാകുന്നതും പിന്നെ ചെവിയുടെ നമുക്ക് ബാലൻസ് തെറ്റുന്നതും ഒക്കെ. പിന്നെ പാസ് എന്ന് പറയുന്ന മെഡിസിൻ, അത് പാരാ അമിനോ സാലിസിലിക് ആസിഡ് ആണ് പാസ്. അത് 1946-ലാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അത് ഇപ്പം അധികം ഉപയോഗിക്കാറില്ല. പിന്നെ തയാസീറ്റാസോൺ, അത് 1950-ലാണ് കണ്ടെത്തിയത്. നിങ്ങൾ ഈ 3 വർഷവും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ താഴെ വരുന്ന 2 എണ്ണം, അതായത് ഐസോനിയാസിഡും റിഫാംപിസിനും, ഈ 2 മെഡിസിൻ ഇപ്പോഴും നമ്മുടെ ഡ്രഗ് സെൻസിറ്റീവ് ആയിട്ടുള്ള TBയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കുന്ന ഫസ്റ്റ് ലൈൻ മെഡിസിനുകളിൽ ഉൾപ്പെടുന്നതാണ് ഐസോനിയാസിഡും റിഫാംപിസിനും. ഒന്ന് ഓർത്ത് നോക്കി, 1952-ൽ കണ്ടെത്തിയതാണ് ഐസോനിയാസിഡ്. റിഫാംപിസിൻ ആണെങ്കിൽ 1966-ൽ. എന്നിട്ടും ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിന്റെ എഫിക്കസി ഒന്ന് ആലോചിച്ച് നോക്കണം. മാത്രമല്ല, ഈ ഐസോനിയാസിഡും റിഫാംപിസിനും റെസിസ്റ്റന്റ് ആയ കേസുകളാണ് നമ്മൾ MDR കേസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 മെഡിസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കണ്ടെത്തിയ വർഷം പഠിച്ചു വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഐസോനിയാസിൻ 1952, റിഫാംപിസിൻ 1966. പിന്നെ പ്രധാനമായിട്ടുള്ളത് 1951-ൽ നടന്ന മാസ് BCG വാക്സിനേഷൻ ക്യാമ്പയിനാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, അത് ചിലപ്പോൾ ചോദിക്കാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ സാധാരണ കീമോതെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് അല്ലേ. പക്ഷേ ഇവിടെ TB ട്രീറ്റ്മെന്റിന് നമ്മൾ പൊതുവെ TB കീമോതെറാപ്പി എന്നാണ് പറയുന്നത്. അപ്പോൾ TB കീമോതെറാപ്പി സെന്റർ ചെന്നൈയിൽ ആദ്യമായിട്ട് 1956-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനിയാണ് നാഷണൽ TB ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം വരുന്നത്. 1959-ൽ ബാംഗ്ലൂരിലാണ് നാഷണൽ TB ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ NTI രൂപപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ആധുനിക TB കൺട്രോൾ പ്രോഗ്രാമുകളുടെ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ NTIയുടെ വരവോടുകൂടിയാണ്. 1959-ലാണ് വന്നതെന്ന് ഓർക്കണം. NTIയിൽ നിന്നാണ് നമ്മൾ NTCP എന്ന് പറഞ്ഞ ആദ്യത്തെ പ്രോഗ്രാം, അതായത് ആധുനിക കാലത്തെ ആദ്യത്തെ പ്രോഗ്രാമാണ് NTCP, നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം. അത് 1962-ലാണ് രൂപീകരിക്കപ്പെട്ടത്. ഈ പ്രോഗ്രാമിന് ചില ഭരണപരമായും അല്ലാതെ ആയിട്ടുള്ള ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. അതായത് കറക്റ്റ് മരുന്ന് കൊടുക്കുന്ന രീതികളിൽ തെറ്റ്, മരുന്നുകൾ കഴിക്കുന്ന പേഷ്യൻസ് കറക്റ്റായിട്ട് കഴിക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതായത് സൂപ്പർവൈസറി സ്റ്റാഫ് ഒന്നും അന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഇത് ഒരുപാട് പേർക്ക് രോഗം ഭേദമാകാതെ വരികയും ഒരു നാഥനില്ലാ കളരി പോലെ ആയിരുന്നു.
അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണമെന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ RNDCP വന്നത്, അതായത് റിവേഴ്സ്ഡ് നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം. അത് ശരിക്കും 1997 വരുന്നതെങ്കിലും 93 ഒരു പൈലറ്റ് പ്രോഗ്രാം വന്നായിരുന്നു. അതായത് ഇതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഒരു പൈലറ്റ് പ്രോഗ്രാം വന്നായിരുന്നു. ആ പൈലറ്റ് പ്രോഗ്രാം വന്ന സ്ഥലങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. 93 വന്നാണ് ഡൽഹി, ഗുജറാത്ത്, കേരളം, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ ഇത്രയും സ്ഥലത്താണ് പൈലറ്റ് പ്രോഗ്രാം വന്നത്. അതിൽ കേരളത്തിൽ അത് ലോഞ്ച് ചെയ്തത് പത്തനംതിട്ട ജില്ലയിലാണ്. അത് ഓർത്ത് വയ്ക്കണം. അപ്പം 93 പൈലറ്റ് വന്നു. അതിനുശേഷം 97 ശരിക്കും RNDCP നിലവിൽ വന്നു ഇന്ത്യ മുഴുവനായിട്ട്. RNDCPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോട്ട്സ് വന്നു എന്നുള്ളതാണ്. ഡോട്ട്സ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ ഒരാൾ മരുന്ന് കഴിച്ചുവെന്ന് മറ്റൊരാൾ ഉറപ്പുവരുത്തുന്നു, ഡയറക്ട്ലി ഒബ്സർവ് ചെയ്യുന്നു അയാൾ മരുന്ന് കഴിച്ചു എന്നുള്ളത്. അതാണ് സിംപ്ലി പറഞ്ഞാൽ ഡോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് സൂപ്പർവൈസറി സ്റ്റാഫുകൾ വന്നു എന്നുള്ളതാണ്. അതായത് ഒരു TB യൂണിറ്റ്, അതായത് സബ് ജില്ലാ തലത്തിലുള്ള ഒരു സംവിധാനമാണ് TB യൂണിറ്റ്. TB യൂണിറ്റിലായിരിക്കും നമ്മളിപ്പോൾ ജോലി കിട്ടുമ്പോൾ TB യൂണിറ്റിലായിരിക്കും നമുക്ക് ജോലി കിട്ടുക. അപ്പോൾ TB യൂണിറ്റിൽ STS ഉണ്ട്. STS എന്ന് പറഞ്ഞാൽ സീനിയർ ട്രീറ്റ്മെൻറ്റ് സൂപ്പർവൈസർ. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എന്നാണ് നമ്മളുടെ തസ്തികയുടെ പേരെങ്കിലും നമ്മളൊരു ട്രെയിനിങ് കഴിഞ്ഞിട്ട് NTEPയുടെ ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും STS അഥവാ സീനിയർ ട്രീറ്റ്മെൻറ്റ് സൂപ്പർവൈസർ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഉള്ളത് STLS, അതായത് LS എന്ന് പറഞ്ഞാൽ ലാബ് സൂപ്പർവൈസർ എന്നുള്ള അർത്ഥത്തിലാണ് LS, സീനിയർ ട്രീറ്റ്മെൻറ്റ് ലാബ് സൂപ്പർവൈസർ. അതായത് നമ്മുടെ ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെൻ്ററുകളുണ്ട് TB ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള. ഇപ്പോൾ അതറിയപ്പെടുന്ന TB ഡയഗ്നോസിങ് സെൻറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിക്കുന്ന സ്റ്റാഫാണ് STLS. പിന്നെ ഉള്ളത് MOTC ആണ്, അതായത് മെഡിക്കൽ ഓഫീസർ TB ക്ലിനിക് അല്ലെങ്കിൽ TB കൺട്രോൾ എന്നൊക്കെ പറയാം. MOTE എന്നും പറയാറുണ്ട്, മെഡിക്കൽ ഓഫീസർ TB എലിമിനേഷൻ എന്ന പേരിൽ. അപ്പോൾ ഇതെല്ലാം TB യൂണിറ്റിൽ അല്ലെങ്കിൽ TB ക്ലിനിക്കുകളുണ്ടല്ലോ, ചെറിയ ചെറിയ ക്ലിനിക്കുകൾ, TB ക്ലിനിക്കുകൾ, അവിടുത്തെ ഡോക്ടറാണ് MOTC. അവർ പൾമനോളജിസ്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. സാധാരണ MBBS ഉള്ള മെഡിക്കൽ ഓഫീസർമാരും MOTC ആയിട്ട് വരാറുണ്ട്. പക്ഷെ അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്തിട്ടാണ്, TB ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകം ട്രെയിനിങ് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഉള്ളത് ജില്ലാതലത്തിലാണ്. ജില്ലാതലത്തിൽ നമ്മൾ DTC എന്ന് പറയും, ഡിസ്ട്രിക്ട് TB സെൻറ്റർ. അവിടുത്തെ മേൽനോട്ടം വഹിക്കുന്നത് DTO ആണ്, ജില്ലാ TB ഓഫീസർ, അതായത് ഡിസ്ട്രിക്ട് TB ഓഫീസർ. ഒരു TB യൂണിറ്റ് അല്ലെങ്കിൽ ഒരു TU എന്ന് പറഞ്ഞാൽ 5 ലക്ഷം പോപ്പുലേഷന് ഒരു TU എന്നുള്ള കണക്കാണ് മെയിനായിട്ട് പറയുന്നത്. പക്ഷേ ചില കേസിൽ, അതായത് ഹില്ലി ഏരിയ, ട്രൈബൽ ഏരിയ, അങ്ങനെ കുറച്ച് വളരെ റൂറലായിട്ടുള്ള ഏരിയകൾ, അവിടെയൊക്കെ 2.5 ലക്ഷം പേർക്കാണ്, 2.5 ലക്ഷം പോപ്പുലേഷനുള്ള സ്ഥലത്ത് 2.5 ലക്ഷം പോപ്പുലേഷന് ഒരു TB യൂണിറ്റ് എന്നുള്ള നിലയിലാണ് TB യൂണിറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ 1 ലക്ഷം ആളുകൾക്കാണ് ഒരു ഡയഗ്നോസ്റ്റിക് യൂണിറ്റ് അഥവാ TB ഡയഗ്നോസ്റ്റിക് സെൻ്ററുകളുള്ളത്. അതുപോലെ തന്നെ ട്രൈബൽ ഏരിയയിലും മൗണ്ടൻ ഏരിയയിലൊക്കെ വരുമ്പോഴത്തേക്കും 50,000 പേർക്ക് ഒരു TB ഡയഗ്നോസ്റ്റിക് സെൻറ്റർ ലാബ് എന്നുള്ള അർത്ഥത്തിലാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഡോട്ട്സ്, സ്കെയിലിംഗ് അപ്പ് ഓഫ് ഡോട്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. 1997 ഒഫീഷ്യലി ഡോട്ട്സ് ലോഞ്ച് ആയത്, അതായത് RNDCP വന്നതിന് ശേഷം. ഡോട്ട്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരാൾ പേഷ്യൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അയാൾ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നുവെന്ന് മറ്റൊരാൾ ഉറപ്പുവരുത്തുന്ന ഒരു രീതിയാണിത്. ഇപ്പോൾ NTEPയുടെ സമയത്ത് ഈ ഡോട്ട്സ് കറക്റ്റായിട്ട് മേൽനോട്ടം വഹിക്കുന്ന ആളുകളെ നമ്മൾ ഡോട്ട്സ് പ്രൊവൈഡർമാരെന്നാണ് പറയുന്നത്. ആശാ വർക്കർമാർ ഇപ്പോൾ ഡോട്ട്സ് പ്രൊവൈഡർമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളൊരു ഓണറേറിയം കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഇവർ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും, ഒന്നുകിൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റഡ് എന്നുള്ളൊരു ഔട്ട്കം വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ക്യൂവേർഡ് എന്ന് പറയുന്നൊരു ഔട്ട്കം വന്നു കഴിയുമ്പോൾ ഈ ഡോട്ട്സ് പ്രൊവൈഡറായിട്ട് നിന്നുള്ള ആശമാർക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹെൽത്ത് വർക്കർമാർക്കോ ഒക്കെ ഓണറേറിയം ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പോർഷൻ. ഇനി അടുത്ത പോർഷനിൽ ഈ നമ്മുടെ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കണം. ഇത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് കേട്ടോ. താങ്ക് യു.